പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേരളത്തിലെ പ്രശസ്തമായ ചക്കുളത്തുകാവും തമ്മിൽ എന്താണ് ബന്ധം? വളരെ മനോഹരമായൊരു ബന്ധമുണ്ട്. നരേന്ദ്രമോദിയുടെ എല്ലാ പിറന്നാൾ ദിനത്തിലും അദ്ദേഹത്തിന്റെ പേരിൽ അനിഴം നക്ഷത്രത്തിൽ ക്ഷേത്രത്തിൽ മഹാത്രിപുരസുന്ദരി പൂജ നടന്നു വരാറുണ്ട്. പ്രധാനമന്ത്രിയുടെ പേരിൽ ഈ പൂജ നടത്തുന്നത് ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസാണ്. ഇക്കുറിയും പതിവ് തെറ്റിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനത്തിൽ ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ മഹാത്രിപുരസുന്ദരി പൂജ നടത്തി. പശ്ചിമബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദബോസ് IAS ഉത്രാടം നാളെ ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ ജന്മനാളിൽ പ്രത്യേക പൂജകൾക്കുള്ള ക്രമീകരണങ്ങളും അദ്ദേഹം നടത്തി. ക്ഷേത്ര മുഖ്യ കാര്യദർശി രാധാകൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്ര കാര്യദർശി മണിക്കുട്ടൻ നമ്പൂതിരി, മേൽശാന്തിമാരായ അശോകൻ നമ്പൂതിരി, രഞ്ജിത് B നമ്പൂതിരി, ദുർഗാദത്തൻ നമ്പൂതിരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് കുമാർ പിഷാരത്ത് എന്നിവർ പൂജാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജന്മദിനം പ്രമാണിച്ച് ത്രിപുരസുന്ദരി പൂജ നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ ദീർഘായുസ്സിനും ആരോഗ്യത്തിനും ഐശ്വര്യത്തിനുമായിട്ട് ഈ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും ഇതുപോലെ അദ്ദേഹത്തിന്റെ പേരിൽ ത്രിപുരസുന്ദരി പൂജ നടത്തി വരികയാണ്. പശ്ചിമബംഗാൾ ഗവർണർ ആനന്ദബോസ് സാറിന്റെ പ്രത്യേകം പരിഗണനയും അദ്ദേഹം ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തുകയും പൂജയ്ക്ക് വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്ത് അദ്ദേഹം ഇതിനുവേണ്ട നിർദ്ദേശങ്ങളും നേതൃത്വങ്ങളും നൽകുകയുണ്ടായി. അതിൻ്റെ പേരിൽ ഈ പ്രാവശ്യവും നരേന്ദ്രമോദി അവർക്ക് എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് വളരെ ഭക്തി നിർഭരമായ ത്രിപുരസുന്ദരി പൂജ ഈ ക്ഷേത്രത്തിൽ നടത്തി. ചടങ്ങുകളിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചക്കരക്കുളം ലോപിച്ച് ചക്കുളം എന്നായി മാറിയ ചക്കുളം ദേവി ക്ഷേത്രം. ചക്കുളത്തമ്മയ്ക്ക് കാർത്തിക പൊങ്കാല വളരെ വിശേഷമാണ്. തിരുവല്ലയ്ക്കടുത്തുള്ള നീരേറ്റുപുറത്തെ ചക്കുളത്തുകാവ് പുതിയൊരു ക്ഷേത്ര സങ്കേതമല്ല. ജീർണാവസ്ഥയിൽ കിടന്നിരുന്ന ക്ഷേത്രം പുനരുദ്ധാരണത്തിന് ശേഷം വളരെ പ്രസിദ്ധമായി തീരുകയാണ് ഉണ്ടായത്. ഇന്ന് അത് സ്ത്രീകളുടെ ശബരിമല എന്ന പേരിലും അറിയപ്പെടുന്നു. നീരേറ്റുപുറം പ്രദേശം മുൻപ് കാടായിരുന്നു. കാട്ടിന് നടുക്കുണ്ടായിരുന്ന കുളത്തിലെ വെള്ളത്തിന് ശർക്കരയുടെ സ്വഭാവമായിരുന്നത്രേ. അതുകൊണ്ടാണ് അതിനെ ചക്കരക്കുളം എന്ന് വിളിച്ചു പോകുന്നത്. ആ ചക്കരക്കുളം ലോപിച്ച് ചക്കുളമായി എന്നാണ് സ്ഥലനാമ ചരിത്രം. ചക്കുളത്തുകാവിലെ നാരീപൂജയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. വളരെ പ്രശസ്തമാണ്. ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് നാരീപൂജ നടക്കുക. ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയിലെ നാരീപൂജയിൽ ഒരുപാട് സ്ത്രീകൾ ഇവിടെ പങ്കെടുക്കാറുണ്ട്. ധാരാളം സ്ത്രീകൾ ഇവിടെ പങ്കെടുക്കാറുണ്ട്. നാരീപൂജ അതുകൊണ്ട് തന്നെ വളരെ വിശേഷപ്പെട്ടതാണ്. നാരീപൂജ നടക്കുന്ന ദിവസം ക്ഷേത്രത്തിൽ ഭഗവതിയെ കണ്ട് പ്രാർത്ഥിക്കുന്നത് തന്നെ വളരെ വലിയ കാര്യമാണ് എന്നാണ് എല്ലാ സ്ത്രീകളും വിശ്വസിക്കുന്നത്. ഒരു സ്ത്രീക്ക് എന്തൊക്കെ സമ്പത്തും നേട്ടങ്ങളും ഉണ്ടായാലും അവൾ ഏറ്റവും അധികം സന്തോഷിക്കപ്പെടുന്നത് എപ്പോഴാണ്? അവൾ സ്നേഹിക്കപ്പെടുമ്പോഴും ആദരിക്കപ്പെടുമ്പോഴുമാണ്. ദേവിയുടെ ഇരിപ്പിടത്തോട് സമാനമായ രീതിയിൽ അലങ്കൃത പീഠത്തിൽ സ്ത്രീകളെ ഇരുത്തി ഭക്തി ആദരപൂർവ്വം ക്ഷേത്രത്തിലെ പ്രധാന പൂജാരി അവരെ കാല് കഴുകി പൂജാദ്രവ്യങ്ങൾ അർപ്പിച്ച് പൂജിക്കുന്നു. സ്ത്രീകൾ എവിടെ മാനിക്കപ്പെടുന്നുവോ അവിടെ ദേവതമാർ ആനന്ദിക്കുന്നു എന്ന സങ്കല്പത്തിലൂടെയാണ് ഇവിടെ നാരീപൂജ നടക്കുന്നത്. സ്ത്രീയെ ശക്തി സ്വരൂപിണിയായി ആരാധിക്കണം എന്ന താന്ത്രിക സങ്കല്പവുമാണ് ഇത്തരമൊരു പൂജയുടെ മറ്റൊരു പൊരുൾ. ഗജപൂജ, ഗോപൂജ ഇത് ചെയ്യുമ്പോൾ അന്നത്തിനും നാരീപൂജയിൽ പരിശുദ്ധിക്കുമാണ് പ്രാധാന്യം. നാരിയുടെ പാദം കഴുകി പരിശുദ്ധമാക്കുക എന്ന കർമ്മമാണ് നാരീപൂജയിൽ പ്രധാനം. ദേവിയോടുള്ള തന്റെ ഭക്തി പ്രതിഫലിപ്പിക്കാൻ കഴിയുന്ന കർമ്മമായാണ് നാരീപൂജയെ കാണുന്നത്. പാദം കഴുകുമ്പോൾ നാരിയിലൊരു ദേവീഭാവം ഉടലെടുക്കുന്നുവെന്ന് ആ ദേവി പൂജിക്കുന്ന ഭക്തന് ഫലസിദ്ധി ലഭിക്കുന്നു എന്നുമാണ് പറയപ്പെടുന്നത്. നാരീപൂജയെ ദേവീപൂജയായി മാറുന്നത് ഭക്തന്റെ മനസ്സിൽ മാത്രമാണ്. നാരീപൂജയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ത്രീകൾ ക്ഷേത്രത്തിനകത്ത് 3 ദിവസം താമസിച്ചു വരാറുണ്ട്. എന്തായാലും ചക്കുളത്തുകാവിൽ എല്ലാ വർഷവും നരേന്ദ്രമോദിയുടെ പിറന്നാൾ ദിനത്തിൽ നടക്കുന്ന ഈ മഹാത്രിപുരസുന്ദരി പൂജയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എല്ലാം പ്രാർത്ഥന ആയുസ്സും ആരോഗ്യവും കൊടുത്ത് നമ്മുടെ പ്രധാനമന്ത്രിയെ കാത്തുകൊള്ളണം എന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.